ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്ര സ്പൈസി ചിക്കൻ. അതിനാവശ്യമായ സാധനം എന്താണെന്ന് നോക്കാം. 3 വലിയ സവാള, 4 പച്ചമുളക്, 2 ടൊമാറ്റോ, പിന്നെ പട്ടയും ഗ്രാമ്പും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വറ്റൽമുളക്, കരിവേപ്പില, കുരുമുളക് പൊടിച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് എണ്ണ ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടാൻ ശേഷം ആദ്യം പട്ട ഗ്രാമ്പ് ഇടയാണ്, പേലീപ്പു, ചൂടാവട്ടെ. പട്ടയും ഗ്രാമ്പ് റെഡിയായി. വറ്റൽമുളക് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പില, കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളക് ഇടാൻ പോകുന്നത്. 3 വലിയ സവാള, 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്. ഇത് നല്ല വാടിയതിന് ശേഷം ടൊമാറ്റോ ഇടും. മറ്റുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് ചിക്കൻ ഇട്ട് റെഡിയാക്കും. ഈ സവാള വയലിന് വരാൻ കുറച്ച് സമയം പിടിക്കും. അതുവരെ നമുക്ക് കോഴിയൊക്കെ കഴുകി വയ്ക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചതിടാം. 2 സ്പൂൺ. അത് നല്ല ഒന്ന് ഇളക്കിയതിന് ശേഷം അത് തക്കാളി മുളയിട്ട് നല്ലോണം ഇളക്കാം. ടൊമാറ്റോയും കൂടെ ചേർക്കാം. നമുക്ക് ഇനി ചിക്കനും കൂടെ ചേർക്കാം. 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ ഒന്ന് വാടി കഴിയുമ്പോൾ എല്ലാ മസാലയും കൂടെ ഇട്ടിട്ട് ഇതിൽ പ്രത്യേകം വെള്ളം ചേർക്കത്തില്ല. ഈ വെള്ളത്തിൽ തന്നെ അങ്ങ് വറ്റിച്ചെടുക്കുകയാണ്. ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ മാത്രമാണ് വേവിക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും മതിയാവും. ഒരു 10 മിനിറ്റ് വാടിയതിനു ശേഷം ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല ചേർക്കാം. ആദ്യം നുറുക്കുമുളക് 1 സ്പൂൺ. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് മുളക് പൊടി
ഇത് എരിവുള്ള ചിക്കനാണ്, അതുകൊണ്ട് ഇത്തിരി മുളക് പൊടി കുരുമുളക് പൊടി കൂടുതലായിരിക്കും. ആന്ധ്ര സ്പൈസി ചിക്കൻ ആയതുകൊണ്ട് എരിവ് കൂടുതലാണ്. ഇതാ കുരുമുളക് പൊടി. ഇനി ഗരം മസാല കൂടെ ഉണ്ട്, കുറച്ച് ലാസ്റ്റിൽ ഇടാം. ഇതെല്ലാം നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലകളാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർത്തിട്ടില്ല. ലാസ്റ്റിൽ ചേർക്കാം ഗരം മസാല. ചിക്കനൊക്കെ നല്ല വെന്ത് വരുന്നത്. ചിക്കൻ ആയി കഴിഞ്ഞു, ആന്ധ്ര സ്പൈസി ചിക്കൻ ആയി കഴിഞ്ഞു. ചിക്കൻ വെന്തു. ഇനി അവസാനമായിട്ട് കരിവേപ്പിലയും ഗരം മസാലയും ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഗരം മസാല ഇട്ട് കഴിഞ്ഞു. കരിവേപ്പിലയും കൂടെ ചേർക്കാം. ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പ്ലേറ്റിലേക്ക് ആന്ധ്ര സ്പൈസി ചിക്കൻ റെഡിയായി. ഇതാ എന്ത് ഭംഗിയായിരിക്കുന്നത് കാണാൻ. ലൈറ്റ് വെട്ടവും അകത്ത് ഒരു ലൈറ്റ് കത്തിയാണ്. ഇത് റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം.